പോലീസും എക്സൈസും ലഹരിവേട്ടയിലാണ്. സിനിമയിലെ ലഹരിവേട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ളത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടത്തിൽ തുടങ്ങിയതാണ്. മൊഴികളല്ലാതെ തെളിവ് കിട്ടിയിട്ടില്ല ഇതുവരെ ഷൈൻ്റെയും ശ്രീനാഥ് ഭാസിയുടെയും കാര്യത്തിൽ. അപ്പോഴാണ് യുവ സംവിധായകരെ 1.632 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ 6 ഗ്രാം കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയാണ്. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്ന് വേടൻ സമ്മതിച്ചിരിക്കുന്നു. വലിയ തോതിൽ കച്ചവടം ചെയ്യാൻ കൊണ്ടുവരുന്ന ലഹരി ഇപ്പോൾ പിടികൂടുന്നുണ്ടോ? സ്കൂളുകൾക്ക് മുന്നിൽ നിന്നും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും തുടർച്ചയായ ലഹരിവേട്ട നടക്കുന്നുണ്ടോ? MDMA, കൊക്കൈൻ വേട്ട എത്രത്തോളം ശക്തമാണ്? ചോദ്യങ്ങളുണ്ട്. വേടൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ പാട്ടുകളിലൂടെ പറഞ്ഞ രാഷ്ട്രീയത്തിന് വലിയ കേൾവിക്കാരുണ്ട്. കീഴാളിൻ്റെ രോഷവും വേദനയും പ്രകടിപ്പിക്കുന്ന ഗാനങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. സിന്തറ്റിക് ഡ്രഗ് ചെകുത്താനാണ്, അത് വേണ്ട എന്ന ചെറുപ്പക്കാരോട് ഉപദേശിക്കുന്ന വീഡിയോയും ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം തേടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നതുവരെ വാർത്തയിൽ നിർത്തി പോലീസും എക്സൈസും എളുപ്പവഴി തേടുന്നുണ്ടോ എന്ന സംശയം ശക്തമാണ്. ലഹരി ശൃംഖലയുടെ ആസൂത്രകരും വിതരണക്കാരും വലിയ മീനുകളും പിടിയിലാകുന്നത് എപ്പോഴാണ്?